അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ ഫോക്കസ് അക്കാദമിയുടെ സെറ്റ് ബാച്ചിലെയും അതോടൊപ്പം ഫോക്കസിന്റെ സൗജന്യ ഗ്രൂപ്പുകളിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് ഏകദേശം ഒരു മാസം കൊണ്ട് വരാനിരിക്കുന്ന സെറ്റ് പരീക്ഷയുടെ വിശദമായ ഒരു ഓറിയന്റേഷനും അതോടൊപ്പം ഒരു മാസ ക്രാഷ് കോഴ്സിന്റെ ആരംഭവുമാണ് നമ്മൾ ഈ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ സംസാരിക്കുകയല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം സെറ്റ് എന്നത് പ്രധാനപ്പെട്ട മത്സര പരീക്ഷകളിലൊന്നാണ്. പക്ഷേ അതിന് ഏതു ഭാഗം പഠിക്കണം, പരീക്ഷയ്ക്ക് എങ്ങനെ സമീപിക്കണം, ഏതെല്ലാം ഏരിയകൾ കൈകാര്യം ചെയ്യണം, ആർക്കൊക്കെ പരീക്ഷ എഴുതാൻ പറ്റും തുടങ്ങി വിശദമായ ഒരു ഓറിയന്റേഷൻ ഇന്നത്തെ ഈ സെഷനിലൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതോടൊപ്പം സൂചിപ്പിച്ച പോലെ നമ്മുടെ ക്രാഷ് ബാച്ചിന്റെ ഒരു ആരംഭം, അതിനോടനുബന്ധിച്ചിട്ട് ഓറിയന്റേഷൻ നടത്താം എന്നുള്ള നിലക്ക് കൂടിയാണ്. ഇങ്ങനെ പൊതുവിൽ എല്ലാവർക്കും, ഫോക്കസിന്റെ ബാച്ചിലുള്ള ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും ഉപകാരപ്പെടട്ടെ എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓറിയന്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ ലിങ്ക് നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ സെറ്റ് പരീക്ഷ എഴുതാൻ തൽപരരായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ അയച്ചു കൊടുത്താൽ ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റിനകം നമ്മുടെ ഓറിയന്റേഷൻ ആരംഭിക്കുകയാണ്. ഓക്കെ, കൂടുതലായി ഒന്നും തന്നെ സംസാരിക്കുകയല്ല. നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് സമാദരണീയരായ ഡോക്ടർ നസ്രുദ്ദീൻ സാറാണ്. നസ്രുദ്ദീൻ സാറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമുക്ക് ഓറിയന്റേഷൻ ക്ലാസ് എടുത്ത് വിശദമായി നമ്മോട് ചർച്ച ചെയ്ത് സംവദിക്കുന്നത് ആദരണീയനായ ഖാലിദ് സാറാണ്. ഖാലിദ് സാറേയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം നമ്മോട് പരീക്ഷ സംബന്ധമായും പഠനത്തിന്റെ തുടർച്ച സംബന്ധമായും ഇടർച്ചകൾ വരാതെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നത് സംബന്ധിച്ച് നമുക്ക് ടിപ്സും ട്രിക്സും പറഞ്ഞു തരുന്നത് ഡോക്ടർ സുലൈമാൻ സാറാണ്. സുലൈമാൻ സാറേയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതിലെല്ലാം ഉപരി ഇവിടെ സംഗമിച്ച ഫോക്കസിന്റെ സഹൃദയരായ സുഹൃത്തുക്കൾ, വളരെ ഹൃദ്യമായി നിങ്ങളേവരെയും ഫോക്കസ് ഫാമിലിയിലേക്കും ഈ സെഷനിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട്, അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ സെറ്റിന്റെ ഒരു മാസ ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ്. വളരെ തുച്ഛമായ ഫീയോടുകൂടെ 499 ഫീ എന്ന ചെറിയ ഫീയോടുകൂടെ ജനറൽ പേപ്പറും സബ്ജക്റ്റ് പേപ്പറും അതിൻ്റെ രണ്ടും കൂടി ഏതാണ്ട് ഒരു 130ഓളം ക്ലാസ്സുകൾ ഒരു മാസത്തിനകം, എന്നാൽ വളരെ ഭാരമില്ലാതെ വ്യവസ്ഥാപിതമായ ഒരു ഷെഡ്യൂളോടുകൂടി പഠിക്കുന്ന ഒരു ബാച്ചാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഇന്ന് അതിൻ്റെ ഉദ്ഘാടന സെഷനാണ്. നാളെ അതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇനി ഈ ബാച്ചിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഈ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ അഡ്മിനുമായി ബന്ധപ്പെട്ടാൽ മതി എന്ന് ഉണർത്തിക്കൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. ഇനി നമ്മോട് സംസാരിക്കുന്നത് ഈ സംഗമം ഉദ്ഘാടിച്ചുകൊണ്ട് ഡോക്ടർ നസ്രുദ്ദീൻ സാറാണ്. വളരെ ഹൃദ്യമായി സാറെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയം നിറഞ്ഞ ഫോക്കസ് അഡ്മിൻസ്, ഫോക്കസ് സെറ്റ് ക്രാഷ് കോഴ്സുമായി ബന്ധപ്പെട്ട് ഉള്ള ഉദ്ഘാടന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ വരുന്ന സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് അതിനുള്ള ഒരു പ്രിപ്പറേഷൻ
സ്ട്രാറ്റജി മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മളുടെ സ്റ്റഡി ഒന്നും കൂടെ ഷാർപ്പൻ ചെയ്യാനും വേണ്ടിയാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട 2 സെഷൻ വരാനുണ്ട്. ഡോക്ടർ സുലൈമാൻ സാർ, മിസ്റ്റർ ഖാലിദ് സാർ അവരുടെ വളരെ പ്രധാനപ്പെട്ട സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിന് മുൻപ് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ സംസാരം ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. നമുക്കറിയാം, പ്രധാനപ്പെട്ട ഏതൊരു മത്സര പരീക്ഷയ്ക്കും നമ്മൾ തയ്യാറാവേണ്ടത് ഏറ്റവും ആദ്യം നമ്മൾ അതിൽ ചെയ്യേണ്ടത് സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിലബസ് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ എക്സാമിനുള്ള ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി അവലോകനം ചെയ്യണം. ജസ്റ്റ് നോക്കി പോവുകയല്ല, നന്നായി ഓരോ ക്വസ്റ്റ്യനും വായിക്കുകയും ഓപ്ഷൻസ് മനസ്സിലാക്കുകയും അതിലൂടെ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, സിലബസിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് മനസ്സിലാക്കണം. ഈ ഓൾഡ് ക്വസ്റ്റ്യൻ നമ്മൾ അവലോകനം ചെയ്യുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ അദബുൽ അറബി അല്ലെങ്കിൽ നെഹ്വ്, അറബിയുമായി ബന്ധപ്പെട്ട ബലാഗയാവട്ടെ അറൂദാവട്ടെ ഏത് ഏരിയ ആണെങ്കിലും വലിയൊരു ബഹറാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇംറുൽ ഖൈസിനെ മാത്രം നമുക്ക് പഠിക്കാൻ അദ്ദേഹത്തിന്റെ എല്ലാ പോയിന്റുകളും പഠിക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം വേണ്ടിവരും. പക്ഷേ സിലബസ് നന്നായി നോക്കി ഓൾഡ് ക്വസ്റ്റ്യൻ നന്നായി റെഫർ ചെയ്ത ഒരാൾക്ക് ഇംറുൽ ഖൈസിനെ കുറിച്ച് പഠിക്കാൻ ചുരുങ്ങിയ സമയം മതി. കാരണം ഓൾഡ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇംറുൽ ഖൈസിനെ കുറിച്ച് ഏത് രൂപത്തിലൊക്കെയാണ് ചോദിക്കുന്നത്, ഇംറുൽ ഖൈസ് ഏത് രാജ്യത്താണ് ജനിച്ചത്, ഏത് രാജ്യക്കാരനാണ്, ഇംറുൽ ഖൈസിന്റെ അസ്ല് ഏതാണ്, ഇംറുൽ ഖൈസിന്റെ മുഅല്ലഖ അതിന്റെ ബഹർ ഏതാണ്, അതിന്റെ മത്തുല ആദ്യ വരികൾ ഏതാണ്, ആ രൂപത്തിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മുൻപ് എക്സാമിന് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലൂടെ ആ ഏരിയകൾ നന്നായി റെഫർ ചെയ്താൽ നമുക്ക് ഇംറുൽ ഖൈസിന്റെ ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് ഓൾഡ് ക്വസ്റ്റ്യൻ നന്നായി അവലോകനം ചെയ്യുക എന്നുള്ളത് അത് പ്രധാനപ്പെട്ട മത്സര പരീക്ഷകൾക്ക് പ്രത്യേകിച്ച് സെറ്റ് എക്സാമിന് എന്ന് ഞാൻ പറയാൻ കാരണം മറ്റുള്ള കേരളത്തിൽ നടക്കുന്ന മത്സര പരീക്ഷയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ സെറ്റ് എക്സാമിന് ഞാൻ കണ്ട ഒരു പ്രത്യേകത, കഴിഞ്ഞ കാലങ്ങളിലെ എക്സാം ക്വസ്റ്റ്യൻസ് അത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ഒരു എക്സാം സെറ്റ് എക്സാം ആണ്. നെറ്റ് എക്സാം ആവട്ടെ, കേട്ടറ്റ്, PSC ഇതിലൊക്കെ മുൻകാലങ്ങളിലെ എക്സാമിലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷേ വളരെ ചുരുങ്ങിയ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും അവസാനം നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അതിന്റെ മുൻ വർഷങ്ങളിൽ നടന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മറ്റ് എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് സെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സിലബസ് നന്നായി നോക്കണം. അതോടുകൂടെ ഓൾഡ് ക്വസ്റ്റ്യൻസ് നന്നായി അവലോകനം, ഞാൻ ഓൾഡ് ക്വസ്റ്റ്യൻസ് നോക്കി പോവുക എന്ന് മാത്രമല്ല പറയുന്നത്, ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നു, ആൻസർ എന്താന്ന് നോക്കുന്നു, അങ്ങനെ നോക്കിയത് കൊണ്ട് ഒരു പക്ഷേ നമുക്ക് വേണ്ട പോലെ ഉപകാരം കിട്ടിക്കൊള്ളണമെന്നില്ല. അവലോകനം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻസ് നോക്കുന്നു, ആൻസർ നോക്കുന്നു, അതിലെ മറ്റു ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കുന്നു. ഉദാഹരണത്തിന് ഒരു അദീബിന്റെ പേര് പറഞ്ഞ് താഴെ പറഞ്ഞതിൽ ത്വഹ ഹുസൈന്റെ കിതാബ് ഏത്, അതില് ഫിഷേറുൽ ജാഹിലി ഉണ്ടാകും, അബ്സുൽ അഖ്ദാർ ഉണ്ടാകും, പിന്നെ മറ്റ് അൽ ഹയാത്തു അബദൻ എന്നൊരു കിതാബ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് കിതാബ് ഉണ്ടാവും. നമ്മള് ത്വഹ ഹുസൈന്റെ കിതാബ് ഫിഷേറുൽ ജാഹിലി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ അബ്സുൽ അഖ്ദാർ ആരുടേതാണ്, കാരണം അടുത്ത എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം അബ്സുൽ അഖ്ദാർ ആരുടേതാണെന്നായിരിക്കും, അതിന്റെ പ്രത്യേകത ആയിരിക്കും. അങ്ങനെ അവലോകനം ചെയ്തുകൊണ്ട് പഠിക്കണം. അതോടുകൂടെ കൂട്ടമായി പഠിക്കുകയും ചെയ്താൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഫോക്കസ് ആ ഒരു രൂപത്തിലുള്ള ഒരു ഗൈഡിങ് ആണ്
നിങ്ങൾക്ക് തരുന്നത് ഇൻഷാ അല്ലാ. നിങ്ങൾ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഒരു പടി മുന്നിലുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം നിർത്തുകയാണ്. ഇൻഷാ അല്ലാ വരുന്ന എക്സാമിൽ നമുക്ക് എല്ലാവർക്കും സെറ്റ് ലഭിക്കട്ടെ. ഇപ്പോ ഇന്ന് എന്നെ ഒരാൾ കോണ്ടാക്ട് ചെയ്തു, ജോലി ചെയ്യുന്ന സ്ഥലത്ത് സെറ്റ് ഇല്ലാത്തത് കൊണ്ട് പ്രൊമോഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ വലിയ കടമ്പകൾ കടക്കാൻ സെറ്റ് ഒരു തടസ്സമാവാതെ നമുക്ക് ലക്ഷ്യത്തിലൊക്കെ എത്താൻ സാധിക്കട്ടെ. സെറ്റ് എന്നുള്ളത് ഒരു ആദ്യ പടിയാണ്. സെറ്റ് കിട്ടട്ടെ. PSC-യിൽ പ്രൊമോഷൻ, PSC-യിൽ റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കിൽ എത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ നെറ്റും JRF-ഉം ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ചെറിയ സമയത്തിൽ എന്റെ സംസാരം നിർത്തുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഫോക്കസ് അഡ്മിൻസ്, ഏറെ പ്രിയങ്കരായ സെറ്റ് പഠിതാക്കളെ, നാം മനസ്സിലാക്കിയ പോലെ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ഒരു സമയമാണ് നമ്മുടെ മുമ്പിൽ സെറ്റ് എക്സാമിനുള്ളത്. മുമ്പ് സെറ്റ് എഴുതിയ ആളുകൾ ഒരു പക്ഷേ ഈ കൂട്ടത്തിലുണ്ടാവും, ആദ്യമായി എഴുതുന്ന ആളുകളുണ്ടാവും. ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. മുമ്പ് സെറ്റ് എഴുതിയ ആളുകൾ എത്ര പേരുണ്ട് ഇവിടെ? ഈ ശബ്ദം ശ്രമിക്കുന്നവരിൽ സെറ്റ് എഴുതിയ ആളുകൾ ഒന്നുകിൽ ഹാൻഡ് റൈസ് ചെയ്യുകയോ ചാറ്റ് ബോക്സിൽ അറിയിക്കുകയോ ചെയ്താൽ മതി. ഓക്കെ, സെറ്റ് എഴുതിയ ആളുകളുണ്ട്, എഴുതാത്തവരുണ്ട്. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ടും സെറ്റ് എഴുതിയ ആളുകളുണ്ട്, എഴുതാത്തവരുണ്ട്. സെറ്റ് എഴുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദേശം അറിയുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ. അതോടുകൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടത് ആ ഒരു എക്സാമിന് സിലബസ് ഓറിയന്റഡ് ആയി പഠിക്കുക. അതേപോലെ തന്നെ നേരത്തെ നസറുദ്ദീൻ സാർ സൂചിപ്പിച്ച പോലെ മുമ്പ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നന്നായിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടുകൂടെ നമുക്കുണ്ടാവേണ്ട ഒന്നാണത് ഈ സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതിന് അതിയായ ആഗ്രഹം വേണം. അതിപ്പോ സെറ്റിന് മാത്രമല്ല, എന്ത് സംഗതിക്കും നമുക്കറിയുന്ന കാര്യമാണെന്ത്, ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്ത് അതനുസരിച്ച് നമ്മൾ പഠിച്ചെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഒരു സെറ്റിന് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾ. ഒരുപാട് ശകലകളുള്ള ആളുകളാണ് നമ്മളൊക്കെ. ഒരുപക്ഷെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, കുടുംബിനികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതിനൊക്കെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒരു സെറ്റിന് വേണ്ടിയിട്ട് പഠിക്കുക കൂടി ചെയ്യുന്നത്. അപ്പോ തിരക്കുകൾക്കിടയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റിന് വേണ്ടിയിട്ട് പഠിക്കുക കൂടി ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ തിരക്കുകൾക്കിടയിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, മറ്റു തിരക്കുകളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകും. പക്ഷെ വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ അങ്ങനെ തിരിച്ചു കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്ന നമ്മുടെ അതിയായ ആഗ്രഹമാണ്. അപ്പൊ നിങ്ങളൊക്കെ മീഡിയകളിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമായിരിക്കും, ഇപ്പോൾ അറബിക്കല്ലാത്ത ഒരുപാട് സബ്ജക്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഏതിന്റെ? HSST-യുടെ. ഇപ്പൊ നമ്മൾ സെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ ഹയർ സെക്കൻഡറി തലങ്ങളിൽ അധ്യാപകരാവാനുള്ള മിനിമം യോഗ്യത ആണ് സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് PG കഴിഞ്ഞ ആളുകളാണ്, അതോടുകൂടെ B.Ed ഉള്ള ആളുകളായിരിക്കും നമ്മൾ. അല്ലെങ്കിൽ ഒന്നുകിൽ PG കഴിഞ്ഞ് B.Ed ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ B.Ed കഴിഞ്ഞ് PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അവർക്കാണല്ലോ എന്തായിരുന്നാലും സെറ്റ് എഴുതാൻ പറ്റുക. അപ്പോ ഇത് രണ്ടും നമ്മുടെ അടുക്കൽ ഉണ്ടായിട്ട് സ്വാഭാവികമായിട്ടും
ഈ PG-യും B.Ed-ഉം നമ്മുടെ അടുക്കൽ ഉണ്ടായിട്ടും പിന്നെ ഒരു യോഗ്യതയായി നാം നേടേണ്ട ഒന്നാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോഴേ നമുക്ക് HSST എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോ അവസാനമായി അറബിക്കിൽ HSST എക്സാം നടന്നിട്ടുള്ളത് 2023-ലാണ്. അതിന്റെ ലിസ്റ്റ് വന്നു. അതിൽ നിന്നിപ്പോ നിയമനം വളരെ കുറച്ച് നടന്നിട്ടുള്ളൂ. പക്ഷെ ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു HSST എക്സാമിനേഷൻ വരുന്ന സമയത്ത് മനസ്സിലാക്കിയതനുസരിച്ച് കുറച്ച് വേക്കൻസികൾ വരാനുണ്ട്. കാരണം ഓൾറെഡി ഇപ്പൊ സർവീസിലുള്ള കുറച്ച് ആളുകൾ റിട്ടയർഡ് ആവാനും മറ്റൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ സെറ്റ് ക്വാളിഫൈഡ് ആയി പിന്നെ HSST എക്സാം ഒരുപക്ഷെ ചിലപ്പോ ഈ ഉടനെ തന്നെ അറബിക്കിൻ്റെത് കൂടി വിളിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മുടെ കൂടെ B.Ed ചെയ്ത അല്ലെങ്കിൽ PG ചെയ്ത ആളുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് തടസ്സമായിട്ടുണ്ടാവുക ഇതേപോലൊരു സെറ്റ് എക്സാമിന്റെ പോരായ്മയായിരിക്കും ഉണ്ടാവുക. അപ്പോഴായിരിക്കും നമ്മളിപ്പോ അതേപോലെ ഓരോ തവണയും ഒരുപക്ഷെ സെറ്റ് എഴുതുന്നുണ്ടാവും, പക്ഷെ ചെറിയ ഒരു മാർക്കിനായിരിക്കും മിസ്സായി പോവുക. ഒന്നുകിൽ ജനറൽ പേപ്പറിൽ കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. ഇനി ജനറൽ പേപ്പറിലും അറബിക്കിലും ഏകദേശം പാസ്സാവാനുള്ള ചെറിയ മാർക്ക് ഉണ്ടെങ്കിൽ രണ്ടും കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട മാർക്ക് അഥവാ 108 മാർക്കാണ് നമുക്ക് രണ്ടിൽ കൂടെ ലഭിക്കേണ്ടത്. പക്ഷെ അതിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്തത്. അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ സിലബസ് ഓറിയന്റഡ് ആയി പഠിക്കുക എന്നുള്ള തലത്തിലേക്ക് എത്താൻ പലപ്പോഴും നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കാത്തത്. ആരെയും മുമ്പ് എഴുതിയ ആളുകളെ മോശമായി പറയുകയല്ല ചെയ്യുന്നത്. ഇപ്പോ സെറ്റ് നേരത്തെ എഴുതിയ ആളുകളെ ചോദിച്ചു, അപ്പോ അത് സെറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ വലിയ ഒരു ഡിഫക്റ്റ് ആയിട്ടൊന്നും നമ്മൾ ആരും മനസ്സിലാക്കേണ്ടതില്ല. അതിപ്പോ എന്തായിരുന്നാലും നമ്മൾ ഒന്നുകൂടെ സിസ്റ്റമാറ്റിക് ആയി പഠിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്റെ തന്നെ അനുഭവമാണ്. എന്റെ കിട്ടാത്ത അനുഭവം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എനിക്കത് ഒരു കുറവായി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം PG കഴിഞ്ഞ് പിന്നെ B.Ed കഴിഞ്ഞ ഉടനെ ഒരു 3-4 തവണ സെറ്റ് എഴുതിയ ആളാണ് ഞാൻ. എനിക്കന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ അന്നൊക്കെ എഴുതുന്ന സമയത്ത് മൈൻഡിലുണ്ടാവുക സ്വാഭാവികമായിട്ടും അറബിക്ക് അന്നൊന്നുകൂടെ എളുപ്പമായിരുന്നു. എന്ന് വെച്ചാൽ ഏകദേശം 120 ക്വസ്റ്റ്യൻസിൽ ഒരു 80 അല്ലെങ്കിൽ ഒരു 90-നടുത്ത് ക്വസ്റ്റ്യൻസ് എന്തായിരുന്നാലും ആ 3-4 തവണ എഴുതിയപ്പോഴും ശരിയായിട്ടുണ്ട്. പക്ഷെ ജനറൽ പേപ്പറിൽ എന്തായിരുന്നാലും ജയിക്കാനുള്ള മാർക്ക് ലഭിക്കൂല. സെറ്റിന് നമുക്കറിയാം മിനിമം മാർക്ക് പാസ്സാവണമെങ്കിൽ ജനറൽ പേപ്പറിനും അതേപോലെ അറബിക്കിനും ഒരു മിനിമം മാർക്ക് വേണം. അതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പാസ്സാവുള്ളൂ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും സിലബസ് ഓറിയന്റഡ് ആയി ആ ജനറൽ പേപ്പർ പഠിക്കാൻ അന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് നമുക്കത് വേണം എന്ന രൂപത്തിൽ പഠിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2019 കാലഘട്ടത്തിലാണ് ഏകദേശം ഒരു 8 വർഷം ഗ്യാപ്പ് എടുത്ത് ബിസിനസ്സിൽ മാത്രം ഇൻവോൾവഡ് ആയി അതിനുശേഷം തിരിച്ചു വന്നിട്ടാണ് എഴുതുന്നത്. അപ്പോ ആ 8 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിട്ടും എനിക്ക് പിന്നീട് ലഭിക്കുന്നത് ഒരു 3-4 മാസത്തെ അധ്വാനത്തിലൂടെയാണ് ലഭിക്കുന്നത്. അത് അല്പം കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അല്പം ഉറക്കൊഴിച്ചൊക്കെ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം 8 വർഷത്തെ ഗ്യാപ്പും അതോടൊപ്പം നമ്മൾ പഠിക്കുക എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് മറ്റു പല ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സ്വാഭാവികമായിട്ടും ഈ പഠനത്തിലേക്ക് കൂടി നമ്മൾ സമയം കണ്ടെത്തുന്നത്. അപ്പൊ അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. പക്ഷെ എന്നിട്ടും എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചത് ഈ പറഞ്ഞ സിലബസ് ഓറിയന്റഡ് ആയ പഠനം കൊണ്ട് തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഇപ്പൊ കഴിഞ്ഞ 1-2 തവണ എഴുതിയിട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടരുത്. കൃത്യമായി സിലബസ് ഓറിയന്റഡ് ആയി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും എന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ പഠിക്കുന്നത് അല്പം സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല നോട്ട് ഉണ്ടാക്കിയൊക്കെ പഠിക്കുകയാണെങ്കിൽ സെറ്റ് ക്വാളിഫൈഡ് ആവുന്നതോട് കൂടെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത HSST എക്സാമിനേഷൻ ആണ്. ഹയർ സെക്കൻഡറി തലങ്ങളിൽ അധ്യാപകരായി മാറുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അതിയായ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അതിനുകൂടെ നമുക്കിതൊരു വഴിയാവും എന്നുള്ളത് കൂടി എല്ലാവരും മനസ്സിലാക്കുക. ഇനിയോ ഇത് പാസ്സാവുക എന്നുള്ളത്
നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഈ പേപ്പറിന്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം. 2 പേപ്പറാണ് നമുക്കുള്ളത്, പേപ്പർ 1ഉം അതേപോലെ തന്നെ പേപ്പർ 2ഉം. രണ്ടിലും 120 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം, അങ്ങനെ ടോട്ടലി 240 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഓരോ മാർക്ക് വീതം 240 മാർക്ക്. 240 മാർക്കിലാണ് ടോട്ടലി വരുന്നത് അല്ലെ. പേപ്പർ 1 120ഉം അതേപോലത്തെ പേപ്പർ 2 120ഉം. ഇനി ഇതിലോ നമുക്ക് എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ നമ്മുടെ മൈൻഡിൽ അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലാവട്ടെ നെഗറ്റീവ് മാർക്കും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മുമ്പിൽ ഉള്ള ആ ചോദ്യ പേപ്പറിൽ തന്നെ അവിടെ ആൻസർ അവിടെ മുമ്പിൽ തന്നിട്ടുണ്ട് അല്ലെ. അതിൽ നിന്ന് കറക്റ്റ് ആൻസർ ഏത് എന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അതിനാവട്ടെ ഇപ്പൊ PSC ഒക്കെ എഴുതിയ ആളുകൾക്കറിയാം, നെഗറ്റീവ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അറിയുന്ന ക്വസ്റ്റ്യൻസ് അതനുസരിച്ചൊക്കെ നമ്മൾ മാർക്ക് നേടിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ കറക്കി കുത്തിയെന്ന് മാർക്ക് പോവുക. അത് നമുക്ക് വലിയൊരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ സെറ്റിന് ഇതുവരെ എന്തില്ല, നെഗറ്റീവ് മാർക്ക് ഇല്ല. അങ്ങനെ തന്നെ അടിവര ഇടുകയാണ്, ഇതുവരെ നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇപ്പോഴും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മള് ഇനി ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു സമയം വരുമ്പോ അപ്പോ നെഗറ്റീവ് മാർക്ക് അഥവാ വരികയാണെങ്കിൽ അല്ലെ, കാരണം LP അറബിക് എക്സാമിന് പോലും അഥവാ PSC എക്സാമിന് പോലും നെഗറ്റീവ് മാർക്ക് ഉണ്ടെങ്കിൽ ഒരു HSST തലങ്ങളിലേക്ക് നടക്കുന്ന ഒരു മിനിമം യോഗ്യത എക്സാം എന്ന നിലയിൽ ഒരു പക്ഷേ ചിലപ്പോ സെറ്റിനൊക്കെ ഭാവിയിൽ നെഗറ്റീവ് മാർക്ക് വരാം. അപ്പൊ പിന്നെ നമുക്ക് ഇതൊക്കെ നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായി മാറും. അപ്പോ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 240 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുമെന്നർത്ഥം ഇപ്പോ നിലവിൽ. അപ്പൊ നമ്മൾ നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് ആ പഠിച്ചതനുസരിച്ച് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വേഗം വേഗം ആൻസർ ചെയ്യുന്നതോടൊപ്പം എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് കൂടി വളരെ പ്രധാനമാണ്. കാരണം കഴിഞ്ഞ എക്സാം കഴിഞ്ഞപ്പോഴും ചിലർക്കൊന്നും ചില ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നറിയിച്ചിരുന്നു. നമ്മൾ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ക്വസ്റ്റ്യൻസിന് അല്ല എക്സാമിന് എന്തായിരുന്നാലും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു എന്ന് എല്ലാവരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അഥവാ അതനുസരിച്ച് നമ്മൾ എക്സാം എന്ത് ചെയ്യണം, ആ ടൈം ക്രമീകരിക്കാൻ ശീലിക്കണം. ഇനിയോ നമുക്ക് ജയിക്കാൻ നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് എന്ന് വെച്ചാൽ, ടോട്ടലി നമ്മൾ പറഞ്ഞ പോലെ പേപ്പർ 1ഉം പേപ്പർ 2 ഇതിൽ രണ്ടിലും കൂടെ നമുക്ക് കിട്ടിയ മാർക്കും അതേപോലെ ഡിവൈഡഡ് ബൈ മാക്സിമം മാർക്സ് എന്ന് വെച്ചാൽ 240 ഇൻറ്റു 100. ഇതാണിപ്പോ നമുക്ക് കിട്ടേണ്ട മാർക്ക് എന്ന് പറയുന്നത് ജയിക്കാൻ. അപ്പൊ അതില് ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ജയിക്കണമെങ്കിൽ ടോട്ടലി 48% അവർക്ക് ലഭിക്കണം. എന്ന് വെച്ചാൽ 120ന്റെ 40%. 120ന്റെ 40% എന്ന് വെച്ചാൽ 48 മാർക്ക് ജനറൽ കാറ്റഗറിക്കാർക്ക്. OBC-ക്കാർക്കാണെങ്കിലോ ആകെ 42 മാർക്ക് കിട്ടിയാൽ മതി, അഥവാ 35% കിട്ടിയാൽ മതി ഓരോ പേപ്പറിലും. 120ന്റെ 35% എന്ന് പറയുമ്പോൾ ആകെ 42 മാർക്ക് ഓരോ പേപ്പറിലും കിട്ടണം. അതിപ്പോ അറബിക്കില് നമുക്ക് മിനിമം 42 മാർക്ക് കിട്ടണം, അതേപോലെ തന്നെ ജനറൽ പേപ്പറിലും 42 മാർക്ക് കിട്ടണം. ഇനിയോ ടോട്ടലി 240 ആണല്ലോ. അപ്പോ ടോട്ടലി നോക്കുമ്പോഴാവട്ടെ നമുക്ക് കിട്ടേണ്ട മാർക്ക് എന്ന് പറയുന്നത് 108 ആവണം. എന്ന് വെച്ചാൽ ഒരാൾക്കിപ്പോ എന്ത് ചെയ്തു, 42 മാർക്ക് കറക്റ്റ് ആയിട്ട് അറബിക്കിൽ ലഭിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ബാക്കി 108 ആവാനുള്ള മാർക്ക് ജനറൽ പേപ്പറിൽ നിന്ന് അയാൾക്ക് എന്ത് ചെയ്യണം, ലഭിച്ചിരിക്കണം. അതല്ലെങ്കിലോ നേരെ തിരിച്ച് ഒരാൾക്ക് ജനറൽ പേപ്പറിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 42 മാർക്ക് ലഭിച്ചു, ബാക്കി അയാൾ എന്ത് ചെയ്യണം, 108 മൈനസ് 42 മാർക്ക് എന്ത് ചെയ്യണം, അയാൾക്ക് അറബിക്കിൽ നിന്ന് ലഭിക്കണം. അപ്പൊ മിക്കവാറും അറബിക്കിൽ അല്പം ശ്രമിച്ച ആളുകൾക്കൊക്കെ ഈ പറയുന്ന മാർക്ക് എന്തായിരുന്നാലും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ
ജനറൽ പേപ്പറിലായിരിക്കും നമുക്ക് മിക്കവാറും ഈ ഒരു 42 മാർക്ക് കിട്ടാൻ പ്രയാസപ്പെടുക. അപ്പൊ അത് B.Ed കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മൾ അല്പം ഒന്ന് നോക്കുകയാണെങ്കിൽ എന്തായിരുന്നാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. കാരണം നമ്മൾ ഓൾറെഡി എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് സാധാരണ സെറ്റ് എക്സാമിന് വരാറുണ്ട്. പിന്നെ അതിന് പുറമെ കുറച്ചുകൂടെ ജനറൽ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ജനറൽ നോളജുമായി ബന്ധപ്പെട്ട് ഓരോരോ ഭാഗങ്ങളും. അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നമ്മൾ നൽകുന്നുണ്ട്, ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യാം. അതോടുകൂടെ കഴിഞ്ഞ കാല ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ അതിന് ഇനിയുള്ള ദിനങ്ങളിൽ നമ്മൾ നൽകുന്ന ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നതോടൊപ്പം ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് എന്തായിരുന്നാലും ചിലപ്പോൾ നമുക്ക് സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ ഒരു 2 ദിവസം കൊണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, കവർ ചെയ്യുക എന്ന രൂപത്തിലെങ്കിലും നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായിരുന്നാലും നമുക്കത് ഏറെ സഹായകമാവും. കാരണം സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച ആളുകൾക്ക് അറിയാം, അതിലിപ്പോ ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരാറുണ്ട്. അതിപ്പോ കറക്റ്റ് അങ്ങനെ തന്നെ ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അതിന്റെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ശരിക്കും അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെ ചെറിയ ഒരു മാറ്റത്തോടു കൂടിയൊക്കെയാണ് അടുത്ത എക്സാമിനേഷന് വരാറുള്ളത് എന്നുള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം, അനാലിസിസ് ചെയ്യണം എന്നുള്ളത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താണ്. ഇതിനെതിരെ സെറ്റിന്റെ അറബിക് പേപ്പറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രം, സിലബസ് മൊത്തമായി പറയുന്നില്ല, ചില കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഓൾറെഡി നമ്മളിപ്പോ വിവിധ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ ഈ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ ഈ സിലബസും താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. കാരണം സിലബസ് ഓൾറെഡി നമുക്കൊക്കെ നമ്മുടെ കയ്യിൽ PDF ആയി കിട്ടുന്നതാണ് എന്നുള്ളത് കൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി മാത്രമല്ല, നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളിലെയും ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നാലും ഏതൊക്കെയാണോ വരുന്നത് ആ ഭാഗങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ ലഭിക്കുകയും ചെയ്യുന്നുള്ളത് കൊണ്ട് ഡീറ്റെയിൽ ആയി പറയുന്നില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ യൂണിറ്റ് 1 എന്ന് പറയുന്നത് നമുക്ക് അറബിക് പോയട്രി ആണ്. അപ്പൊ ഈ അറബിക് പോയട്രിയിൽ ഓരോരോ മൊഡ്യൂളുകൾ അവിടെ നൽകിയിട്ടുണ്ട്. അറബിക് പോയട്രിയിൽ ഇപ്പോ അൽ മുഅല്ലഖാത്തു വസ്ഹാബുഹ, ഇതാണ് ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ മൊഡ്യൂൾ ഉള്ളത്. അപ്പോ അൽ മുഅല്ലഖാത്തു വസ്ഹാബുഹ എന്നവിടെ കൊടുത്തിട്ട് ഇംറുൽ ഖൈസ്, സുഹൈറുബിന് അബി സുൽമ, അതേപോലെ തന്നെ ലബീദ് ബിൻ റബിയ, ഇങ്ങനെ 3 പേരെ മാത്രമാണ് ഇപ്പോൾ അവിടെ സിലബസിൽ നൽകിയിട്ടുള്ളത്. എന്നിട്ട് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഡീറ്റെയിൽഡ് സ്റ്റഡി എന്ന് പ്രത്യേകമായി അവിടെ കൊടുത്താണ്. അപ്പൊ അവിടെ 3 പേരെ അവിടെ ഉള്ളൂ, ഇമ്രുൽ ഖൈസും സുഹൈറും ലബീദ് ബിൻ റബിയയും. എന്നാലോ ഇവിടെ ഒരു ഹെഡിങ് ഇവിടെ ഉണ്ട്, അൽ മുഅല്ലഖാത്തു വസ്ഹാബുഹ. ഇതിപ്പോ സെറ്റിന് മാത്രമല്ല, MA B.Ed കഴിഞ്ഞ ആളുകളാണ് ഈ ഒരു സെറ്റ് എഴുതുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മൾ ചോദ്യം പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു തലത്തിൽ നിന്നത് കൊണ്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ മാസ്റ്റർ ഓഫ് ആർട്സ് ആണ് നമ്മൾ, കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ്. അപ്പോ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് തന്നെ നമ്മൾ ചോദ്യം എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. ഇപ്പൊ നെറ്റിനാണെങ്കിൽ നെറ്റിന്റെ സിലബസിൽ ഇപ്പോ അസ്ലുൽ ലുഗൽ അറബിയ ആദ്യം വന്നു, അതേപോലെ തൊട്ടടുത്ത് അൽ മുഅല്ലഖാത്തു വശുഅറാഉഹ എന്ന രൂപത്തിലാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഇനിയോ അത് മാത്രം നോക്കിയിരുന്നാൽ അതിന് താഴെ ഒരു 4 പേരെയാണ് നെറ്റിന്റെ സിലബസിൽ നൽകിയിട്ടുള്ളത്. ഇമ്രുൽ ഖൈസ്, സുഹൈറുബിൻ അബി സുൽമ, അതുപോലെ തന്നെ അൻതറത്തുബിൻ ഷിദ്ദാദ്, പിന്നെ അമ്രുബിൻ കുൽസൂം. എന്നാലോ ഈ സിലബസ്, നെറ്റിന്റെ സിലബസ് വന്ന ശേഷം വന്ന ക്വസ്റ്റ്യൻസ് പരിശോധിച്ചാൽ നമുക്കറിയാം, ഇവരെ അല്ലാത്ത മറ്റു മുഅല്ലഖയിലെ ആളുകളെ കുറിച്ചും ബേസിക് ആയ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതേ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പിന്നെ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പ്രതീക്ഷിക്കണം എന്നർത്ഥം. ഇപ്പൊ ഇതുപോലെ ബാക്കി 7 പേര്, ഏറ്റവും പ്രധാനപ്പെട്ട 7 പേരിൽ ഇപ്പൊ ഇമ്രുൽ ഖൈസും സുഹൈറും ലബീദും അവർക്ക് പുറമെ ബാക്കി 4 പേര്, പിന്നെ മുഅല്ലഖാത്തുൽ അഷറിൽ 3 പേരെ കൂടി നമ്മൾ ഓൾറെഡി പഠിക്കാറുണ്ട്. അപ്പൊ ആ 3 പേരെ കൂടി ടോട്ടലി 10 പേരെ കുറിച്ചും ബേസിക് ആയിട്ട് നമ്മൾ എന്തായിരുന്നാലും നോക്കി വെക്കണം. ഇവരെ 3 പേരെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കണം.
അതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിൽ വന്ന ചില ചോദ്യങ്ങൾ ഇപ്പൊ ജാഹിലി ലിറ്ററേച്ചറിൽ നിന്നാണെങ്കിൽ ഇപ്പൊ നമുക്ക് ചില ചോദ്യങ്ങൾ കാണാം. ഇപ്പൊ മാറക്കത്തും മിൻ അയ്യാമിൽ അറബ് വഖഅത്ത് ബൈനൽ ഖബീലത്തൈൻ ബക്കർ വത്തഖലം. അപ്പോ സെറ്റ് 2020 ചോദിച്ച ഒരു ചോദ്യമാണിത്. അപ്പൊ ഇവിടെ നോക്കുമ്പോ ജാഹിലി ലിറ്ററേച്ചറിൽ ഇപ്പോ മുഅല്ലഖാത്തും അതിന്റെ ആളുകളെ കുറിച്ചുമാണ് ഇപ്പൊ അവിടെ ഒന്നവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട, അതേപോലെ സാധാരണ നമ്മൾ പഠിക്കാറുള്ള ചില കാര്യങ്ങളുണ്ട്. അന്നത്തെ കവിതകൾ രചിക്കാൻ കാരണമായ കാര്യങ്ങൾ. അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് എന്ത്, അന്നത്തെ യുദ്ധങ്ങൾ. ഇപ്പൊ ഓരോ കവികളും അവരുടെ കവിതയിൽ പരാമർശിച്ചിട്ടുള്ള ചില കാര്യങ്ങളിൽ പെട്ടതാണ് ഒന്നിപ്പോ യുദ്ധങ്ങള്. അതേപോലെ തന്നെ ആ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് ചില കവികൾ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പോ അയ്യാമുൽ അറബ് അഥവാ അന്നത്തെ യുദ്ധങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു പേരാണ് അയ്യാമുൽ അറബ് എന്ന് പറയുന്നത്. അപ്പോ ആ അയ്യാമുൽ അറബില് 2 കബീലകൾ ബക്കറും തഗലബും തമ്മിൽ നടന്നിട്ടുള്ള മാറക്ക അതേതാണെന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിലിപ്പോ തഗലബുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കവി എന്ത് ചെയ്യുന്നുണ്ട്, ഈ യുദ്ധവുമായി ബന്ധപ്പെടുന്നുണ്ട്, അതിലെ ബത്തുലായി അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഈ ഒരു യുദ്ധത്തെ കുറിച്ച് പ്രധാനമായി ചോദിക്കുന്നത്. അല്ലെ, അദീബ് റബിഅ എന്ന പേരിൽ അറിയപ്പെട്ട എന്ന പേരുള്ള മുഹൽഹിൽ എന്ന പേരിൽ അറിയപ്പെട്ട കവി മുഹൽഹിൽ ഇബ്നു റബിഅ അത്തഗലബി, അദ്ദേഹമാണ് ഇപ്പൊ ഈ ഒരു യുദ്ധത്തിലെ ഹീറോ ആയി അറിയപ്പെടുന്നത്. അപ്പോ ആ യുദ്ധം ഏത് എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അറിയാവുന്ന ആളുകളൊന്നും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ നന്നാവും. ഏതാണ് അല്ലെങ്കിൽ പറഞ്ഞാലും മതി. ഇതിന്റെ ആൻസർ ഇപ്പൊ ഏതാണ്? അതെ, ഓപ്ഷൻ ഡി ആണ് അല്ലെ. ബക്കറും തഗലബും തമ്മിൽ നടന്ന യുദ്ധം എന്ന് പറയുന്നത് ഹർബുൽ ബസൂസ് ആണ്. അപ്പോ ഹർബുൽ ബസൂസ്. അപ്പൊ ഇതിനോട് കൂടെ എന്ത് ചെയ്യാം, അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ വേറെ 3 യുദ്ധങ്ങളെ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അതില് 2 യുദ്ധങ്ങൾ നമ്മൾ എന്തായിരുന്നാലും നോക്കേണ്ട യുദ്ധങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഹർബു ദാഹിസ് വൽ ഖബ്റാ. അപ്പൊ അതില് ആ യുദ്ധങ്ങളെ കുറിച്ച് കൂടെ നമ്മൾ നോക്കി വെക്കാം. പിന്നെ ഹർബുൽ ഫിജാർ. ഹർബുൽ ഫിജാർ എന്ന് പറയുന്നത് അതും 2 പോയിന്റാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ടത് ഒന്ന് പ്രവാചകർ ബിഅസത്തിന് മുമ്പ് പങ്കെടുത്ത ഏക യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ട യുദ്ധമാണ് ഹർബുൽ ഫിജാർ. പ്രവാചകരുടെ 15ാമത്തെ വയസ്സിലാണ് അവിടുന്ന് പങ്കെടുത്തത് എന്ന് പറയപ്പെടുന്നു. അതുപോലെ അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട കബീലകൾ ഖുറൈശ്. ഖുറൈശ് സ്വാഭാവികമായിട്ടും പ്രവാചകരുടെ ഗോത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പ്രവാചകർ പങ്കെടുത്തിട്ടുള്ളത്. പിന്നെ കിനാന, അതേപോലെ തന്നെ ഖൈസ്. ഈ 3 ഗോത്രങ്ങളാണ് ഇപ്പൊ അതിൽ പങ്കാളികളായിട്ടുള്ള ഗോത്രങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഹർബ് ദാഹിസ് വൽ ഖബ്റാ, ആരൊക്കെ തമ്മിലാണ് നടന്നിട്ടുള്ളത്? ദാഹിസ് വൽ ഖബ്റാ, അബസും റുബിയാനും. അബസും റുബിയാനും അല്ലെ. ഓൾറെഡി ഇപ്പൊ നമ്മള് വ്യത്യസ്ത കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്, ഇതൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. പക്ഷെ ഒന്നുകൂടെ എന്ത് ചെയ്യുക, കൃത്യമായി നമ്മൾ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ദാഹിസ് വൽ ഖബ്റാ എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പേരുണ്ട്, ഹർബ് സിബാക്ക്, നമുക്കറിയുന്നത് തന്നെയാണ്. അതേപോലെ അത് നടന്നിട്ടുള്ളത് അബസും റുബിയാനും തമ്മിലാണ്. ഇനി അതിലും അതിന്റെ ഹീറോ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ആളാണ് ആര്? അതിലെ ഹീറോ? ബത്തലു ദാഹിസ് വൽ ഖബ്റാ. അപ്പൊ അത് ആരൊക്കെ തമ്മിലാണ് നടന്നതെന്ന് ഓർത്തു വെച്ചാൽ പെട്ടെന്ന് കിട്ടും അല്ലെ. അബസും സുബിയാനും തമ്മിലാണ്. അപ്പൊ അബസ് ഗോത്രക്കാരനായിരുന്നു. ആരാണ്? അൻതറത്ത് ബിൻ ഷിദ്ദാദ് അൽ അബസി. അദ്ദേഹമാണ് അതിലെ ബത്തുലായി അറിയപ്പെടുന്നത്. ഇനി ഈ ദാഹിസ് വൽ ഖബ്റാഉമായി ബന്ധപ്പെട്ട് കവിത രചിച്ചിട്ടുള്ള ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരു മുഅല്ലഖ രചിച്ച ഒരാളുണ്ട്. അതാരാണ്? അതെ, സുഹൈർ ഇബ്നു അബി സുൽമയാണ്. എന്ന് വെച്ചാൽ 40 വർഷക്കാലം നീണ്ടു നിന്ന ആ ഒരു യുദ്ധം അവസാനിക്കാൻ വളരെ അധ്വാനിച്ച 2 മഹാന്മാരെ പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു മുഅല്ലഖ രചിക്കുന്നത്. എന്ന് വെച്ചാൽ ഹരീം ഇബ്നു സിനാനും ഹാരിസ് ഇബ്നു ഔഫും. അവർ ഒരുപാട്, ഏകദേശം 1000-ഓളം ഒട്ടകങ്ങളെയൊക്കെ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഒരു 2 ഗോത്രങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാക്കിയത് എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോ അത്രയും മഹത്തായ കർമ്മം ചെയ്തിട്ടുള്ള ആ 2 ആളുകളെ പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്, പ്രധാനമായിട്ടും ആ മുഅല്ലഖ രചിച്ചത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ
കണക്റ്റഡ് ആണ്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൃത്യമായ ഒരു നോട്ട് ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന് വേണ്ടത്. പിന്നെ അതേപോലെ സെറ്റിന് തന്നെ ചോദിച്ച സിമ്പിളായ ഒരു ചോദ്യമാണ്, ഇമ്രുൽ ഖൈസിന്റെ മുഅല്ലഖയുടെ ബഹർ ഏതാണ്? അവിടെ ഇപ്പൊ വസ്ന് ഏത് എന്ന് ചോദിച്ചു വെച്ചാൽ താല്പര്യം അതിന്റെ ബഹർ ഏതാണെന്നാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, 10 മുഅല്ലഖയുടേതും നമ്മൾ ഓർത്തു വെക്കണം. ഓരോ മുഅല്ലഖയുടെയും ബഹർ ഏതാണ്, അതേപോലെ തന്നെ അതിന്റെ കാഫി ഏതാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാം തൊവീൽ എന്ന ബഹറിലാണ്. അപ്പൊ ഇതിന് നമ്മൾ ഓരോ മുഅല്ലഖയിലെയും ആദ്യ വരി പഠിച്ചു വെക്കുക. എന്നിട്ടത് ചൊല്ലി പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഇതിൽ തന്നെ വരുന്ന ഒരു യൂണിറ്റ് ആണ് ഇത് ഇൽമുൽ ബലാഗ, അതേപോലെ ഇൽമുൽ അറൂള്, അന്നഖദ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. അപ്പൊ അതിൽ ഇൽമുൽ അറൂളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ പഠിക്കാൻ നമുക്ക് ഏറെ സഹായകമായി വരികയും ചെയ്യും. 10 മുഅല്ലഖയിലെയും ആദ്യ വരികൾ, അതിലിപ്പോ ഓരോരോ ബഹറുകളുടെയും വരികൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരേ ട്യൂണിൽ ചൊല്ലിപ്പഠിക്കുക. അതൊക്കെ നമുക്ക് ഈ ഇൽമുൽ അറൂള് പഠിക്കാൻ നമുക്ക് സഹായകമാവുകയും ചെയ്യും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു നോട്ട് കൃത്യമായി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സെറ്റിന് മാത്രമല്ല ഉപകാരപ്പെടാം. ഇത് സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പിന്നെ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് HSST ആണ്. അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അത് സഹായകമാവുകയും ചെയ്യും. അപ്പൊ ഏതായാലും ഇതിപ്പോ ഖിഫാൻ അബിക്ക് ദിക്റ ഹബീബി മൻസിലി, അത് നിങ്ങൾ ചൊല്ലി പഠിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, തൊവീൽ എന്ന ബഹറിന്റെ വസനം കൂടെ ചേർത്ത് പഠിക്കുക. അപ്പൊ അവിടെ നിർത്തരുത്. അതിനോട് കൂടെ ഇമ്രുൽ ഖൈസിന്റെ മുഅല്ലഖയിൽ സാധാരണ ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട വരികളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്, അതും ഇതിനോട് കൂടെ ചൊല്ലി പഠിക്കുക. പിന്നെ ഈ തൊവീൽ എന്ന ബഹറിൽ തന്നെ പ്രസിദ്ധമായ 2 മുഅല്ലഖ കൂടിയുണ്ട് അല്ലെ, നമുക്കറിയാം. ഒന്ന് സുഹൈർ ഇബ്നു അബി സുൽമ. അപ്പൊ അദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ ആദ്യ വരി, പിന്നെ അതിൽ സാധാരണ ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു 2-3 വരികൾ. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ ഇതിനോട് ചേർത്ത് ചൊല്ലി പഠിച്ചാലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ, ചിലപ്പോ ഇതേ വരികളായിരിക്കും ചിലപ്പോ എക്സാമിന് ചോദിക്കുക, ചിലപ്പോ നമുക്ക് അറൂലിൽ നിന്ന് ചോദിക്കാറുള്ളത് മറ്റേതെങ്കിലും വരികളായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ തൊവീൽ എന്ന വരിയിൽ പിന്നെ ബഹറിൽ തന്നെയുള്ള പ്രസിദ്ധമായ മറ്റേതെങ്കിലും വരി ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അതിന്റെ ബഹർ വേർതിരിക്കാൻ പെട്ടെന്ന് നമുക്ക് സാധിക്കും. അതേപോലെ ചൊല്ലി പഠിച്ച് ശീലമുള്ള ആളുകൾക്കായിരിക്കും. അത് ശീലിച്ച ആളുകൾക്ക് അറിയാം. അതിപ്പോ 16 ബഹറുകളും നമ്മൾ ചൊല്ലി പഠിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ പ്രസിദ്ധമായ ബഹറുകളുടേത് ചൊല്ലി പഠിച്ചാൽ തന്നെ മിക്കവാറും നമുക്ക് ഓപ്ഷനിലുള്ള ഓരോ ബഹറും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിന്റെ ബഹർ വേർതിരിക്കാൻ സാധിക്കും. പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ ബഹറുകളെ അല്ലെങ്കിൽ ആ കവിതകളെ നമുക്ക് ഏത് ബഹറിലാണെന്ന് വേർതിരിക്കാൻ ഉള്ള എളുപ്പവഴി എന്താന്നുള്ളത്. എളുപ്പവഴി ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്, ചൊല്ലി നമ്മൾ ആ കവിതയെ ഏത് ബഹറാണ് എന്നുള്ളത് വേർതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യണം, നമ്മൾ ഇതേപോലെ പഠിക്കേണ്ട കവിതകൾ, അതായത് എപ്പോഴും ചോദിക്കാറുള്ള വരികൾ നമ്മൾ ഇതേപോലെ ചൊല്ലി തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്കത് ഏറ്റവും സഹായകമാവും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി അതേപോലെ തന്നെ ഇതൊക്കെ കണ്ടോ, അതൊക്കെ ഇപ്പോ ഈ ഒരു ജാഹിലി ഭാഗവുമായി ബന്ധപ്പെട്ട് സെറ്റ് എക്സാമിന് തന്നെ ചോദിച്ച ചോദ്യമാണ്. ഇപ്പൊ അഷ്അറുന്നാസി അൽ ആയിഷ ഇതാ ഡാഷ് എന്നാണ് ഇപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ഏകദേശം ഒരു 4-5 കവികളെ കുറിച്ച്, അന്നത്തെ ഏറ്റവും മികച്ച കവികളാണ് അവർ എന്ന് പറഞ്ഞ് ചില പ്രത്യേകമായ വിശേഷണം അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ആയിഷയെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാ ത്വറബ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം കള്ള് കുടിച്ച് അതില് മത്തായി കഴിഞ്ഞ് ഏറ്റവും അധികം ആനന്ദമുണ്ടായി കഴിഞ്ഞാൽ ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ കവിത ഏറ്റവും മികച്ചതായി മാറുക, അല്ലെങ്കിൽ അപ്പോഴാണ് അദ്ദേഹം ഏറ്റവും മികച്ച കവിയായി മാറുക എന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ. അപ്പോ അഷ്അറുന്നാസി അൽ ആയിഷ ഇതാ ഷെരിബ എന്ന് കാണാം, അതേപോലെ തന്നെ ഇതാ സെക്കറ എന്ന് കാണാം. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇതാ ത്വറബ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി 3 എണ്ണവും ഇതേപോലെ ഓരോരുത്തരുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് തന്നെയാണ്. എന്ന് വെച്ചാൽ റഗീബ, റഗീബ എന്ന് ആരെ കുറിച്ചാണ് പറയപ്പെടുന്നത്? അഷ്അറുന്നാസി ഡാഷ് ഇതാ റഗീബ, ആരാണ്? സുഹൈർ അല്ലേ? അതെ, സുഹൈറാണ് അല്ലെ, സുഹൈറാണ്. പിന്നെ റക്കിബ നമുക്കൊക്കെ അറിയാം,
റക്കിബ, ഇമ്രുൽ ഖൈസ്, ഇമ്രുൽ ഖൈസ്. റഹീബയോ? നാബിഗ, ഓക്കെ, നാബിഗ അല്ലെ. എന്ന് വെച്ചാൽ ഹാ ഗൈനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയി മനസ്സിലാക്കിയാൽ മതി. റഹീബ എന്നുള്ളത് സുഹൈറും റഹീബ എന്നുള്ളത് നാബിഗയും. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഒരു ചോദ്യം വന്നാൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നതാണ് നമ്മള് ആ ചോദ്യത്തിൽ വന്ന ആളെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കി വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അസ്ഹാബുൽ മുഅല്ലഖാത്തിൽ അവിടെ 3 പേര് നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ അതല്ലാത്ത ആളുകളെ കുറിച്ച് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആയിഷ എന്ന് പറഞ്ഞാൽ സ്വന്നാജത്തുൽ അറബ് അല്ലെങ്കിൽ ത്വന്നാജത്തുൽ അറബ് എന്ന ലഖബിൽ അറിയപ്പെട്ട ആളാണ്. ഇതും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മൈമൂൻ ബിൻ ഖൈസ് ബിൻ ജന്തൽ എന്നാണ് പേര്. അബൂ ബസ്വീർ എന്ന കുനിയത്തിൽ അറിയപ്പെട്ടിട്ടുള്ള ആളാണ്. പിന്നെ ഇദ്ദേഹത്തിന് കാഴ്ച ശക്തി കുറവായിരുന്നു. അതുകൊണ്ട് കാരണമാണ് ഇദ്ദേഹത്തിന് ആയിഷ എന്ന പേര് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തിന്റെ പിതാവ് അറിയപ്പെട്ടതാണ് അൽ ഖതീറുൽ ജോൺ. അൽ ഖതീറുൽ ജോൺ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ആളാണ് ഇദ്ദേഹത്തിന്റെ പിതാവ്. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വചനമാണ് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ കവിതയുടെ പിന്നെ സ്ഥാനം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കവിതയിലുള്ള കഴിവ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടിംഗ് ആണിത്. എന്നുവെച്ചാൽ ആയിഷ ആരെയെങ്കിലും മദഹ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ഉയരാതിരിക്കുകയില്ല. ഇനി അതേപോലെ തന്നെ അദ്ദേഹം ആരെയെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിലോ അയാള് സമൂഹത്തിൽ ഏറ്റവും തരം താഴ്ത്തപ്പെടുകയും ചെയ്യും. എന്നുവെച്ചാൽ അത്രമാത്രം പിന്നെ നല്ല മികച്ച കവിത രചിച്ചിട്ടുള്ള ആളായിരുന്നു ഇദ്ദേഹം. ആരെങ്കിലും മദഹ് ചെയ്യുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ഉയർന്നു പോകും. അതുമായി ബന്ധപ്പെട്ട ചില ചില കഥകളൊക്കെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ കവിത കാരണം വിവാഹം ചെയ്യപ്പെടാതെ നിന്ന പെൺകുട്ടികൾ വിവാഹം ചെയ്യപ്പെട്ട രൂപത്തിലൊക്കെയുള്ള ചരിത്രമൊക്കെ നമുക്ക് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കാണാം. ഏതായാലും ഇങ്ങനെ പല ചോദ്യങ്ങളും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്ന ചില പോയിന്റ്സ് തന്നെ നമുക്ക് കാണാം. ഇപ്പൊ അവ്വലു ഷാഇരിൻ തകസ്സബ ബിശിഅരിഹി എന്ന് പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. നെറ്റിലും ചോദിച്ച ഒരു ചോദ്യമാണിത്. ആയിഷയെ കുറിച്ച് ചോദിച്ച ചോദ്യമാണ്. അവ്വലു ഷാഇരിൻ തകസ്സബ ബിശിഅരിഹി, തന്റെ കവിത കാരണം അല്ലെങ്കിൽ കവിതയിലൂടെ ആദ്യമായി സമ്പാദിച്ചിട്ടുള്ള ആൾ ഷായർ ആര് എന്ന രൂപത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആയിഷയാണ്. ഇനി അതേപോലെ ഇസ്ലാമിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണിത്. അൽ മുലഖബ് ബി തർജുമാനിൽ ഖുർആനിൽ കരീം മിനസ് സ്വഹാബ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഇപ്പോ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്താ വേണ്ടത്, ആ ഒരു സ്വഹാബിയെ നോക്കുന്നതോട് കൂടെ തന്നെ സ്വഹാബികളിൽ ഇതേപോലെ ലഖബ് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളുണ്ട്, അവരെ കുറിച്ച് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെക്കണം. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തതുപോലെ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോ സാമ്പിളായി ഇവിടെ പറഞ്ഞെന്ന് മാത്രം. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയാണ്. അതേപോലെ തന്നെ പ്രവാചകരുടെ പിന്നെ സഹോദര പുത്രനുമാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമുക്ക് ഹദീസുകളിൽ കാണാം. അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ എന്നൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതുപോലെ തന്നെയാണ് പിന്നീട് അദ്ദേഹം ആയിട്ടുള്ളതും. എന്ന് വെച്ചാൽ റഈസുൽ മുഫസ്സിരീൻ എന്ന രൂപത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, അറിയപ്പെട്ടു. മറ്റു പ്രഗത്ഭരായ സ്വഹാബികൾ പോലും, അദ്ദേഹത്തെക്കാളും പ്രായമുള്ള സ്വഹാബികൾ പോലും വിശുദ്ധ ഖുർആനിലെ പല വരീബായ പദങ്ങൾ അതൊക്കെ ഇദ്ദേഹത്തോടായിരുന്നു സംശയം ചോദിക്കാറുണ്ടായിരുന്നത് നമുക്ക് കാണാം. അപ്പോ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ തർജുമാനുൽ ഖുർആൻ എന്ന പേരും അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഇദ്ദേഹത്തെ കുറിച്ച് നോക്കുന്നതോട് കൂടെ തന്നെ എന്ത് ചെയ്യാ, നമ്മള് പ്രഗത്ഭരായ മറ്റു സ്വഹാബികളുടെ ലഖബുകൾ, ഏറ്റവും പ്രസിദ്ധമായ ലഖബുകൾ എന്തൊക്കെയാണ്, അതും ഇതിനോട് കൂടെ തന്നെ നമ്മൾ നോക്കി പോവാ. ഉദാഹരണമായിട്ട് നമുക്കൊക്കെ പരിചയമുള്ള പേരാണ് അബൂബക്കർ സിദ്ദീഖ്. അപ്പോ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബ്ദുള്ള എന്നാണ് യഥാർത്ഥ പേര്. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കൂല.
അബ്ദുല്ലാഹിബിൻ അബി ഖുഹാഫയാണ് അബൂബക്കർ അസ്ദീഖ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ലഖബ് അൽ ഫാറൂഖ്. അതേപോലെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന് അബൂ തുറാബ് എന്നൊരു ലഖബ് ഉണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ദുന്നൂറൈൻ. ഇങ്ങനെ വ്യത്യസ്ത സ്വഹാബത്തിന് അഥവാ പ്രസിദ്ധരായ ആളുകൾക്കുള്ള ലഖബുകൾ നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അപ്പോ മൊത്തത്തിൽ സെറ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അറബിക്കിൽ MA ഉള്ള ആളുകളാണ് അല്ലെ, അപ്പൊ നമ്മള് മാസ്റ്റർ ഓഫ് ആർട്സ് ലഭിച്ച ആളുകൾ എന്ന നിലയിൽ അതല്ല മോട്ടിവേഷൻ കഴിഞ്ഞിട്ട് നമുക്കറിയാം അറബിക്കിൽ മാസ്റ്റർ ഓഫ് ആർട്സ് നേടിയ ആളുകൾ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അതിനനുസരിച്ച് പ്രിപ്പറേഷൻ നടത്തണം എന്നർത്ഥം. ഏതെങ്കിലും ഒരു കാറ്ററ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന പോലെ നടത്തിയാൽ പോരാ, അല്പം എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എങ്കിലേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ മാത്രമല്ല, സെറ്റ് കിട്ടിയ ഉടനെ ഇൻഷാ അല്ലാഹ് HSSTക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നമുക്കത് സഹായകമായിരിക്കും. അതോടൊപ്പം ജനറൽ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുക, പാടെ അവഗണിക്കരുത്. കുറച്ച് നമ്മൾ നോക്കുക. അപ്പൊ ചിലർക്കെങ്കിലും എന്താ വെച്ചാൽ ഇപ്പോ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ പാടെ മാറ്റിവെക്കുക എന്നതിലുപരിയായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ 1, 2, 3 തവണ നോക്കിയാലും മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം മനസ്സിലായിട്ടില്ലെങ്കിലും നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ എന്തായിരുന്നാലും വേർതിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെയാണെങ്കിൽ നമുക്കവിടെ ഓപ്ഷനിലവിടെ ആൻസർ അടക്കം അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഓപ്ഷൻസ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് തവണ നോക്കിയ അല്ലെങ്കിൽ ഏകദേശം നോക്കിയ ഭാഗങ്ങളാണെങ്കിൽ നമുക്ക് എക്സാം ഹാളിൽ നിന്ന് വേർതിരിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ തീരെ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതിന് പകരമായിട്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ പേപ്പർ 1 കൂടെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ഇത്തവണ തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്യാനും തൊട്ടടുത്ത് വരുന്ന HSST എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാനും സാധിക്കുമെന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. മുൻധാരണകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റിവെക്കുക. എന്നിട്ട് മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരമായിട്ട് ഇത്തവണ എന്തായിരുന്നാലും ഞാൻ സെറ്റ് ക്വാളിഫൈ ചെയ്യും എന്ന ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് ഇനിയുള്ള ദിനങ്ങളെ കൃത്യമായി എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താണ്. അതോടൊപ്പം കോഴ്സിന് ജോയിൻ ചെയ്യുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു ഇന്നത്തെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഒരു തുക അല്ലെ, 500 രൂപ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം നമ്മൾ റീചാർജ് ചെയ്യാൻ ഇതിനേക്കാളും ഒരു പക്ഷേ സംഖ്യ മുടക്കുന്ന ആളുകളാണ് നമ്മൾ. കാരണം 1 GB 2 GB എന്നുണ്ടായിട്ടും തികയാഞ്ഞിട്ട് 3 GB ഒക്കെ ഡെയിലി വേണം എന്ന് വിചാരിക്കുന്ന ആ രൂപത്തിൽ റീചാർജ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ചെറിയൊരു തുക ഇതേപോലെ ചെലവഴിക്കുക എന്നുള്ളത് ഒരു പ്രയാസമില്ല. അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ വളരെ ചെറിയ നിമിഷ നേരം കൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കോഴ്സ് ഫോളോ ചെയ്യുക എന്നുള്ളത് കുറച്ചുകൂടെ ശ്രമകരമായ കാര്യമാണ്. എന്നുവെച്ചാൽ പ്രയാസം എന്ന അർത്ഥത്തിലല്ല, എല്ലാം നമ്മൾ ആർക്കും ഫോളോ ചെയ്യാവുന്ന രൂപത്തിലാണ് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ നൽകുന്നത്. പക്ഷെ അത് കേൾക്കാനും നോട്ട്സ് ഉപയോഗപ്പെടുത്താനും മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ നമ്മൾ ഓരോരുത്തരും സമയം ചെലവഴിക്കന്നെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ നമ്മുടെ ഓരോ സമയത്തുമുള്ള റിസൾട്ടുകളിൽ താരതമ്യേന ഓരോ സെറ്റ് എക്സാമിലും വരുന്ന മൊത്തത്തിലുള്ള അറബിക് എക്സാമിന്റെ റിസൾട്ടുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് നല്ല ഒരു വിജയ ശതമാനം തന്നെയാണ് ഓരോ സെറ്റ് ബാച്ചിലും ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത് കൃത്യമായി അവരൊക്കെ ഈ ഒരു ക്ലാസ്സുകൾ ഫോളോ ചെയ്യുകയും അതോടൊപ്പം സമയം ഉപയോഗപ്പെടുത്തിയത് കൊണ്ടുമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. എന്നല്ലാതെ കോഴ്സിൽ ജോയിൻ ചെയ്തത് കൊണ്ടല്ല. അത് പ്രത്യേകം എല്ലാവരും അടിവരയിട്ട് മനസ്സിലാക്കുക. കോഴ്സ് ഫോളോ ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴിയുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റെഫർ ചെയ്യാൻ ശ്രമിക്കണം.
സെറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മുമ്പ് കഴിഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ആൻസർ കീയും നമുക്ക് ലഭിക്കുന്നതായിരിക്കും, ജനറൽ പേപ്പർ ആയിരുന്നാലും അറബിക് ആയിരുന്നാലും. അപ്പൊ അതൊന്ന് നിങ്ങൾ പിന്നെ അനാലിസിസ് ചെയ്യാൻ ചെറിയൊരു സമയവും കൂടി കണ്ടെത്തണമെന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്താണ്. പിന്നെ നമ്മൾ പലപ്പോഴും മുമ്പൊക്കെ ഓരോരോ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്ത ആളുകളായിരിക്കും. അപ്പൊ അതിന് സ്വന്തമായി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ നമുക്ക് ഒരു കൂട്ടാളി കൂടി ഉണ്ടെങ്കിൽ, നമ്മുടെ കൂടെ പഠിക്കാൻ ഒരാൾ കൂടി നമ്മുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് മോട്ടിവേഷനുള്ള സമയത്ത് നമ്മൾ വേറൊരാളെ കൂടി കൂട്ടാൻ ശ്രമിക്കും. പക്ഷെ എത്ര നമ്മൾ കൂട്ടിയാലും തുടക്കത്തിൽ അയാൾ ഉണ്ടാവും, അയാൾ പിന്നെ എന്തെങ്കിലും തിരക്കായിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നിൽക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇപ്പോ ഈ ഒരു മാസക്കാലത്തേക്ക് നമ്മളെപ്പോലെ തന്നെ ചിന്താഗതിയോടുകൂടി ഫീ അടച്ച് ജോയിൻ ചെയ്ത കുറച്ച് ആളുകളാണ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ടീമിനെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പ് കൂടി അവിടെ നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും ഒരു സമയം, ലൈവ് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയം എന്ത് ചെയ്യാന്ന് വെച്ചാൽ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് വേണ്ടിയിട്ട്. അപ്പൊ അതില് ചിലപ്പോൾ തടസ്സമായിട്ടുണ്ടാവുക വെച്ചാൽ ഇത് ലീഡ് ചെയ്യാൻ ആരും മുന്നോട്ട് വരില്ല. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് A to Z കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ കഴിയില്ല. മറിച്ച് എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യുക, ഒന്ന് ഏറ്റെടുക്കുക. എന്നിട്ട് അതിലെ ആദ്യത്തെ ഒരു 60 ക്വസ്റ്റ്യൻ ഇന്ന് ഞാൻ ചെയ്യാന്ന് പറയാ, തൊട്ടടുത്ത ദിവസം അടുത്തൊരാള്. അപ്പൊ അതില് ആൻസർ കീ കൂടി നമ്മൾ നോക്കി വെക്കേണ്ടി വരും. അപ്പൊ നമ്മളാണ് വായിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ അനുബന്ധമായ കാര്യവും കൂടെ ചിലപ്പോൾ നോക്കി വെക്കാൻ ശ്രമിക്കും. ആ വായിക്കുന്ന പോയിന്റ്സ് നമ്മൾ ഒരിക്കലും പിന്നെ മറക്കൂല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് ഇനി ആക്ടിവിറ്റി ഗ്രൂപ്പുകളൊക്കെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ലക്ഷ്യത്തിലെത്താൻ പറ്റും. അങ്ങനെ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ കാല ബാച്ചുകളിലൊക്കെ ഈ പിന്നെ രൂപത്തിൽ ചലിച്ചിട്ടുള്ള ആളുകൾ, അവർക്ക് പെട്ടെന്ന് ഇപ്പോ നെറ്റിന്റെ ഗ്രൂപ്പിലാണെങ്കിൽ അവർക്ക് JRF, അതേപോലെ തന്നെ സെറ്റ്, PSC ഗ്രൂപ്പുകളിലൊക്കെ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ആളുകൾക്ക് തന്നെയാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക. അല്ലാത്തവർക്ക് ഉണ്ടാവില്ല എന്നല്ല. ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുക എന്ന് പറയുന്നത് ഒരു പക്ഷേ അങ്ങനെ അല്ലാതെ സ്വന്തമായി പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും, അവരങ്ങനെ പഠിച്ചാൽ മതി. എന്നാൽ ഒന്നുകൂടെ മറ്റുള്ള ആളുകൾ കൂടി ചലിക്കുന്നത് കാണുമ്പോൾ നമ്മളും ചലിക്കുക എന്നുള്ളത് ഒരു പിന്നെ പോസിറ്റീവായ വശമാണ്. അപ്പൊ അതേ രൂപത്തിൽ നമ്മൾ കൂടി പങ്കാളികളായിക്കൊണ്ട് ആക്ടിവിറ്റി ഗ്രൂപ്പ് സജീവമാക്കുകയാണെങ്കിൽ നമുക്കത് ഒരു നമ്മുടെ വിജയത്തിനൊരു പോസിറ്റീവായ കാര്യമായിരിക്കും എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ പഠനം സജീവമാക്കണം. എക്സാം വരെ ഈ ഒരു താല്പര്യത്തോടു കൂടി തന്നെ പഠനം നിലനിർത്തണമെന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇത്തവണ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സംസാരം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുലൈമാൻ സാറുണ്ടോ? ഓക്കെ. ഇനി മറ്റൊരു കൂടുതൽ നേരത്തെ സംസാരത്തിന്റെയോ മറ്റു ഒന്നിന്റെയും ആവശ്യമില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രോഗ്രാം ഒന്ന് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒരു ചെറുതൊന്ന് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലെഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒരു 5 minutes നമ്മളൊരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട്. സെറ്റ് യുവർ എന്താണ് അവിടെ. നമുക്ക് സെറ്റ് എക്സാം കിട്ടണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. സ്റ്റേറ്റ് ലെവലുള്ള ഈ എലിജിബിലിറ്റി ടെസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ഫോക്കസ് എന്ത് സെറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഖാലിദ് സാറും നസീർ സാറും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഷെഡ്യൂൾ തന്നു. ഇനി നമ്മൾ എന്താ സെറ്റ് ചെയ്യണ്ടേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ, സെറ്റ് യുവർ. ഇനി എന്താ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്? എന്താണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഇനി സെറ്റ് ചെയ്യാനുള്ളത്? അതുകൂടി പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് സംസാരിച്ച് ഞാൻ എൻ്റെ സംസാരം. യെസ്, സെറ്റ് യുവർ മൈൻഡ്. ഒന്നാമത്തെ നമ്മളെ മൈൻഡ് സെറ്റാണ് മാറ്റേണ്ടത്. നമ്മളെ മൈൻഡിന്റെ പ്രശ്നമാണ് എല്ലായിടത്തും പിഴച്ചു പോണത്. ആ മനസ്സിനെ നമ്മൾ സെറ്റ് ചെയ്യുക. പിന്നെ
മൈൻഡ് മാത്രമുള്ളൂ സെറ്റ് ചെയ്യാൻ. രണ്ടാളുകളാണ് ഒരേ സമയം. സെറ്റ് യുവർ മൈൻഡ്. പിന്നെ വേറെന്താ സെറ്റ് ചെയ്യാനുള്ളത്? എല്ലാരും ഇവിടെ ഇല്ലേ? എല്ലാരും പോയോ? ടൈം സെറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. അത് നോക്കി നിങ്ങൾ രണ്ടാൾ സ്റ്റഡി സെറ്റ് ചെയ്യണം, പഠനം സെറ്റ് ചെയ്യണം. എല്ലാവരും ഒരു സാധനങ്ങൾ എടുത്തിട്ടെ ടൈം സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയുന്നത് ചെയ്താൽ മതി. ടൈം സെറ്റ് ചെയ്യണം. ടൈം സെറ്റിംഗ് വളരെ നിർബന്ധമാണ്. ടൈം മാനേജ്മെന്റ്, ടൈം സെറ്റിംഗ്, ടൈമിന്റെ വാല്യൂ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ടൈം ബോണ്ടഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാന്ന് പറയില്ലേ, ടൈം സെറ്റ് ചെയ്യണം. പിന്നെ പഠനത്തെ നമ്മൾ സെറ്റ് ചെയ്യണം. പല പഠനത്തിലാണ് നമ്മൾ പലതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കുറച്ച് നേരമായിട്ട് നമ്മൾ സെറ്റിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സെറ്റിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ സെറ്റിൽ ചെയ്യാം, നമ്മൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. ഓക്കെ, ഞാൻ ഇനി പ്രിയപ്പെട്ടവരെ നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യും. എല്ലാവരും നന്നായിട്ട് ഡീപ്പ് ബ്രീത്തിങ് പ്ലീസ്. ആ വൈകുന്നേരത്തെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഡീപ്പ് ബ്രീത്തിങ്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. നന്നായിട്ട് നിങ്ങളുടെ കാലുകളൊക്കെ ഒന്ന് താഴെ, കാല് കംപ്ലീറ്റ് ഒന്ന് നിലവുമായിട്ടൊന്ന് ബന്ധം ഉണ്ടാവട്ടെ. ചെരുപ്പാണെങ്കിൽ പോലും നിലമായിട്ടൊരു നല്ലൊരു ബന്ധം ഉണ്ടാവുന്ന രൂപത്തിൽ കിടക്കുന്ന ആളുകളൊന്ന് കാല് താഴ്ച ഇരിക്കുക. കാല് കയറ്റി വെച്ച് കാലിങ്ങനെ ഫുൾ ഓപ്ഷനിൽ വരാത്ത ആളുകളൊക്കെ ഒന്ന് ഫുൾ ഓപ്ഷനിലേക്ക് കാലുകൾ ക്രമീകരിക്കുക. ജസ്റ്റ് ഒന്ന് ഞാൻ പറയാൻ കാരണം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാം ആവാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ യാത്രക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചില സെറ്റിങ്സ് നടത്തണം. അതിന് ഇടക്കിടക്ക് നിങ്ങളെ കൂടെ ചില രൂപത്തിലുള്ള നിർദ്ദേശങ്ങളും ചില മനഃശാസ്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഇന്ന് ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്നാമത്തെ നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ തന്നെ, അതുകൊണ്ട് പറഞ്ഞു തുടങ്ങാണ്, അവസാനിപ്പിക്കുകയാണ്, അതോടൊപ്പം പറഞ്ഞു തുടങ്ങാണ്. സെറ്റ് യുവർ മൈൻഡ്. പോസിറ്റീവായി ചിന്തിക്കാൻ ശീലിക്കുക. എനിക്കതുകൊണ്ട് സാധിക്കും. ഖാലിസാർ പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ എനിക്ക് ഇപ്രാവശ്യം നേടാൻ പറ്റണം എന്നുള്ള മുൻധാരണകളില്ലാതെ നമ്മൾ എന്ത് ചെയ്യുക? ഉറച്ചു വിശ്വസിക്കുക. സെറ്റ് യുവർ മൈൻഡ്. കൂടുതലൊന്നും പറയുന്നില്ല. രണ്ടാമത്തെ സെറ്റ് യുവർ ഗോളാണ്. വെറുതെ ഒരു പരീക്ഷ എഴുതല്ല, മറിച്ച് ഈ പരീക്ഷ എഴുതി അതിന്റെ മികച്ച മാർക്ക് നേടി ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തും. ആ ലക്ഷ്യമാണ് എൻ്റെ യഥാർത്ഥ സെറ്റിങ്സ്. അതാണ് എൻ്റെ ലക്ഷ്യം. അതാണ് നമ്മൾ പലതും സെറ്റിങ്സ് പോയിട്ട് മാറ്റി വെക്കാറുണ്ട്. ഇവിടുത്തെ എൻ്റെ സെറ്റിങ്സ് ഞാൻ ചെയ്തു വെക്കുന്നത് എൻ്റെ ഗോള് ആ പരീക്ഷയിൽ ഞാൻ അച്ചീവ് ചെയ്യുന്നുള്ളതാണ്. ഇനി നമ്മൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സെറ്റ് യുവർ റൊട്ടീൻ. നമ്മുടെ പഠനം കൃത്യമായി നടക്കണം. ടൈം ക്രമീകരിക്കണം. പഠനത്തിന് കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ഇന്നു മുതൽ 7 ദിവസത്തേക്ക് അടുത്ത വ്യാഴാഴ്ച വരെയുള്ള നന്നായിട്ടൊരു ടൈം ടേബിൾ ഇടലല്ല. ചെറിയ സമയം സാവകാശം കൊടുത്ത് ഒരു എപ്പോഴെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ അതുകൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് 2 ദിവസത്തേക്ക് നിങ്ങൾ ഫുൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തു. നിങ്ങളുടെ മറ്റു കാര്യങ്ങളോട് ഉൾപ്പെടുത്തി ടൈം ടേബിൾ സെറ്റ് ചെയ്തു. 3-ാം ദിവസം ഉച്ചവരെയുള്ള സമയം നിങ്ങൾ ഒഴിച്ചിടണം. അല്ലെങ്കിൽ 2-ാം ദിവസം ഉച്ചവരെ, 3-ാം ദിവസം ഉച്ചവരെ ഇട്ടതിന് ശേഷം അന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ രാത്രിയുള്ള സമയം അവിടെ ഫ്രീ ആക്കി വെച്ചിട്ട് പെൻഡിങ് വരുന്നത് പൂർത്തിയാക്കാനും നമ്മൾ അടുത്തൊരു പ്ലാനിങ് നടപ്പിൽ വരുത്താനും ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം അവിടെ ഇട്ടുകൊണ്ടുള്ള ഒരു റൊട്ടീൻ നമ്മൾ പഠനത്തിന് കൃത്യമായ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അപ്പൊ 3 പറഞ്ഞ സെറ്റ് യുവർ മൈൻഡ്, സെറ്റ് യുവർ ഗോൾ, സെറ്റ് യുവർ റൊട്ടീൻ. 4-മത്തത് സെറ്റ് യുവർ ഫോക്കസ്. നമ്മളെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് ഡിസ്ട്രാക്റ്റഡ് ആണ്. ദേ ആർ ഡിസ്ട്രാക്റ്റഡ്. അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, അവർക്ക് അതിലപ്പുറം അവർ ചെയ്തവരാണ്, വിജയിച്ചവരാണ്. പക്ഷെ എന്താണ് അവർ ഡിസ്ട്രാക്റ്റഡ് ആണ്. നിങ്ങളെ 100 തവണ ഓരോ ദിവസവും ഓരോ കാര്യത്തിലും കേട്ടുകൊണ്ടേയിരിക്കുക. നമ്മളെ കാര്യത്തിൽ അത് തന്നെയാണ് പ്രശ്നം. നമ്മൾ എന്ത് ചെയ്യുക? സോഷ്യൽ മീഡിയയും മറ്റു ശ്രദ്ധ തിരിക്കുന്ന ഡിസ്ട്രാക്റ്റഡ് ആയ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് മാറ്റി നിർത്തി പഠനത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക. അതാണ് 4-മത്തെ. 5-മത്തെ സെറ്റ് യുവർ സ്റ്റാൻഡേർഡ്. നമ്മൾ ആ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അവിടെ 3, 4 എന്നൊക്കെ എഴുതി വെച്ചത് ഓർമ്മ ഉണ്ടാവും. ഓരോ കൊല്ലവും 5th സ്റ്റാൻഡേർഡ് അല്ലെ. അതുപോലെ നമ്മളെ സ്റ്റാൻഡേർഡ് ഒന്ന് സെറ്റ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ടല്ല. പിന്നെ നമ്മളുടെ ഇന്നലത്തെ പഠനവും ഇന്നലത്തെ പരീക്ഷ എഴുത്തും ഇന്നലത്തെ എൻ്റെ റൊട്ടീനും ഇന്നലത്തെ എൻ്റെ മനോഭാവം ഒക്കെ ആയിരുന്നു താരതമ്യം ചെയ്തുകൊണ്ട് നമ്മളെ സ്റ്റാൻഡേർഡ് ഒന്ന് രേഖപ്പെടുത്തി താരതമ്യം ചെയ്തു പോവുക. 5-മത്തതാണ്. 6-മത്തത് ഇന്ന് തന്നെ സെറ്റ് യുവർ അലാറം. എപ്പോ ഉറങ്ങണം? വെറുതെ സ്ക്രോൾ ചെയ്ത് വീഡിയോ കണ്ട് ഉറക്കം അങ്ങേറ്റം ഉറക്കം വന്നിട്ടല്ല, മറിച്ച് കിടന്നുറങ്ങുക. നേരത്തെ ഉറങ്ങുകയാണെങ്കിൽ വായിക്കുകയാണെങ്കിൽ കുറച്ചു നേരം വായിക്കുക. എന്നിട്ട് എപ്പോ ഉറങ്ങണം
അതൊരു കൃത്യസമയം പാലിക്കുക. എപ്പോൾ എഴുന്നേൽക്കണം, പഠിക്കാനുള്ള സമയം, അത് ശീലിച്ചുകൊണ്ടുള്ള സെറ്റ് യുവർ അലറം. സെറ്റ് എക്സാമിന് വേണ്ടി മാത്രമല്ല, ടോട്ടലി അലറം നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങാം. ഇനി ഇൻഷാല്ല അവസാനത്തെ സെറ്റിംഗ് എന്ന് പറയുന്നത് സെറ്റ് യുവർ പ്രയോറിറ്റി ആണ്. നിങ്ങൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലെ? ഇമ്പോർട്ടൻ്റ് ഉണ്ട്, നോട്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അർജന്റ് ഉണ്ട്, നോട്ട് അർജന്റ് ഉണ്ട്, പിന്നെ ഇതൊന്നും വരാത്ത അല്ലെ വെരി അർജന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടിയായിട്ട് നടന്നിട്ട് ഒന്നും നടക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് സെറ്റ് യുവർ പ്രയോറിറ്റി. നമ്മൾ ഏതിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കുക? അപ്പൊ നമ്മൾ നമ്മളെ പരീക്ഷയ്ക്കും അതിനും പഠനത്തിനും നമ്മുടെ പേഴ്സണൽ സെറ്റിങ്സിന് വേണ്ടിയിട്ട് ഒരു സമയം കൊടുക്കുക. നിങ്ങൾ സന്നദ്ധമാണെന്നുണ്ടെങ്കിൽ വലിയ മാറ്റം നമ്മുടെ അടുത്ത് ഉണ്ടാവും. ഞാനത് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. കൂടുതൽ നിർദ്ദേശങ്ങളും ഡയറക്ഷൻസും നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളോട് പറഞ്ഞപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ടു. സെറ്റ് യുവർ അലാറം. അപ്പൊ ആ രൂപത്തിൽ മുന്നോട്ട് പോവുക. നിങ്ങൾക്കത് ഏതെങ്കിലും നിലയ്ക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ലൈക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് മാത്രം എനിക്ക് കിട്ടിയാൽ മതി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? ആ രൂപത്തിലുള്ള ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു തമ്പോ അല്ലെങ്കിൽ ഒരു ഡീമോട്ടിവേറ്റഡോ അല്ലെങ്കിൽ സമയം നഷ്ടപ്പെടുത്തിയോ എന്താണ് നിങ്ങൾക്കത് ചെയ്യുക. അപ്പം അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നമുക്കറിയാലോ, നമ്മൾ വളരെ ഷോർട്ട് ടൈമിലാണുള്ളത്. ഇനി നമ്മൾ എപ്പോഴാണ് നമ്മൾ സെറ്റ് ചെയ്യുക? ഇനി നമുക്ക് വേറെ സമയമൊന്നുമില്ല, ഇപ്പം നമ്മൾ തുടങ്ങാണ്. അപ്പൊ നമ്മൾ ഈ ഷോർട്ട് ടൈം ഫോക്കസ് സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സെറ്റ് ചെയ്യുന്നത്? ഫോക്കസ് സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എല്ലാവരും നമ്മുടെ സ്വയം കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ഫോക്കസ്ഡ് ആവുക, ഒന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ഡയറക്ഷൻസ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് എങ്ങനെയാന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് അറിയാനും പറ്റും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഷോർട്ട് ടൈം കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അത് കൃത്യമായി പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയബന്ധിതമായ റുട്ടീനുകൾ നിങ്ങളുടെ പക്കലാണ്. പലരും പല വഴിയാണ് പോവുക. അതുകൊണ്ട് പല വഴിയാണ് റിസൾട്ട് വരാറുള്ളത്. നമ്മൾ ഒന്നിച്ചു നിന്ന് ടീമായിട്ട് നിന്ന് ഒരു വഴി സഞ്ചരിച്ചാൽ നമുക്ക് എല്ലാവർക്കും ആ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ പറ്റും. അതിന് ഈ സമയത്ത് നമ്മോട് കൂടുതൽ സമയം നമ്മളുമായിട്ട് ഇടപഴകിയിട്ടുള്ള പ്രത്യേകിച്ച് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമായി നിങ്ങൾ കൂടുതൽ സംസാരിച്ചുള്ള ഖാലിദ് സാറ്, അതോടൊപ്പം ഫോക്കസിന്റെ അഡ്മിനായിട്ടുള്ള നസറുദ്ദീൻ സാറ്, സെറ്റ് കേട്ടറ്റ് പോലുള്ളതൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന അതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഉസാമ റഹ്മാനി സാറ് അടക്കമുള്ള ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മുഴുവൻ സെറ്റിന്റെ മറ്റു എക്സാമുകളൊക്കെ പ്രിപ്പറേഷൻ ഉദ്ദേശിച്ചുകൊണ്ട് എത്തിയിട്ടുള്ള മുഴുവൻ ഫോക്കസ് കുടുംബാംഗങ്ങൾക്ക് ഒറ്റ വാക്കിൽ നന്ദിയും കടപ്പാടും അറിയിച്ച്, നിങ്ങൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഈ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. എല്ലാ ഡയറക്ഷൻസും എല്ലാ ആവശ്യങ്ങളും നിങ്ങളുടെ എന്ത് സംശയങ്ങളും നിങ്ങൾ നിലനിൽക്കുന്ന ഗ്രൂപ്പിലുള്ള അഡ്മിൻസുമായി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അവര് ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ കൂടുതൽ അറിയണമെങ്കിൽ ആ ഷെയർ ചെയ്ത ആളോട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ചോദിച്ചതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വഴിയിൽ നിങ്ങളുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ റിസൾട്ടിന്റെ വഴിയിൽ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഒരു സെറ്റിൽ മാത്രമല്ല, എവിടൊക്കെ നമുക്ക് ഉയർന്ന് പറക്കാൻ പറ്റുമോ ആ രൂപത്തിൽ പറന്ന് ഒരു യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള ശ്രമം നടത്തുക. അതിന് നിങ്ങൾക്ക് വഴി കാണിക്കുക, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുക, നിങ്ങൾക്ക് പേടി, ഉത്കണ്ഠ തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള ഭാരം ഇറക്കി വെച്ച് തരിക, നിങ്ങളെ സ്വസ്ഥമായി നിങ്ങളുടെ ചിറകുകൾ ഫ്രീ ആക്കി വിടുക. എന്നിട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ വഴി നടത്തുക എന്നുള്ളതാണ്. അതാണ് ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ആശംസകൾ നേർന്ന് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെയൊക്കെ എല്ലാവർക്കും വേണ്ടി, മുഴുവൻ ആളുകൾക്കും വേണ്ടി, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾക്ക് ഒറ്റവാക്കിൽ നന്ദിയും കടപ്പാടും അറിയിച്ച് അഡ്മിൻസിന്റെ അഭിപ്രായത്തോടു കൂടി ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ, ബാറക്കല്ലാഹു ഫീക്കും, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.